എന്നും വാർത്തകളിൽ ഇങ്ങനെ നിറയുകയാണ് ട്രംപ്. അത് പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞും പിൻവലിച്ചും ഇതുപോലെയുള്ള ഇരട്ടത്താപ്പുകൾ കാട്ടിയുമൊക്കെ ട്രംപ് വാർത്തകളിൽ നിറയുകയാണ്. എന്തായാലും ഇന്ത്യയുമായി ഉള്ള നല്ല ബന്ധം ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടുകൂടി വളരെ മോശം നിലയിലേക്ക് മാറിയിരുന്നു. ഇന്ത്യ ശക്തമായി തന്നെ അതിനോട് പ്രതികരിച്ചിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ പത്തി മടക്കില്ല അല്ലെങ്കിൽ വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയിരുന്നു. ഇപ്പോൾ അതിൽ ട്രംപിന് കൃത്യമായ സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര തർക്കത്തിൽ ഒരു അയവ് പ്രകടിപ്പിച്ചിരിക്കുന്നു ട്രംപ്. ഇന്ത്യയുമായി തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടരും എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നതാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിലപാട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ഏർപ്പെടുത്തി. അതിനുശേഷം ആ നികുതി നിലവിൽ വന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തെളിയുന്നു അല്ലെങ്കിൽ അതിന് വഴി തുറക്കുന്നു എന്ന തരത്തിലുള്ള ട്രംപിന്റെ ഈ പ്രഖ്യാപനവും നിലപാടും വരുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി എന്നത് 25% പിഴ തീരുവയാണ്. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണം എന്ന ആഹ്വാനം തള്ളിക്കൊണ്ടാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ആ യുദ്ധത്തിന് റഷ്യ ചെലവാക്കുന്ന പണം അത് ഇന്ത്യ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്ന പണമാണ്. അങ്ങനെ ഇന്ത്യ ആ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യക്കെതിരെ പിഴത്തീരുവ 50% പിഴത്തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയത്. ആ 50% എന്ന് പറയുന്നത് അമേരിക്ക ഒരു രാഷ്ട്രത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവയിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ബ്രസീലിനും ഇന്ത്യക്കുമാണ് 50% നികുതി. അപ്പോൾ അത് ഇന്ത്യയുടെ സമ്പദ് രംഗത്തെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു. ഒരു രാഷ്ട്രത്തിന് അവർ വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തേണ്ടത് അത് അവരുടെ പരമാധികാരമാണെന്നും അതിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന സന്ദേശം ഇന്ത്യ ആദ്യമേ തന്നെ നൽകിയിരുന്നതാണ്. വ്യാപാര സാഹചര്യങ്ങൾ സമ്പദ് വ്യവസ്ഥയിലെയൊക്കെ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോവുക എന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടാകുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം വരുമ്പോൾ ഇന്ത്യ എങ്ങനെ പ്രതികരിച്ചു എന്ന് കൂടി അറിയണ്ടേ. ട്രംപിനോട് മിണ്ടാൻ തയ്യാറാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ചകൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ശ്രമം എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇന്ത്യയും US-ഉം അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണ് എന്നതുകൂടി ഉറപ്പാക്കുന്നു അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്നു പ്രധാനമന്ത്രി. ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി പറയുന്നത്. രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ സംഘം അടുത്ത ആഴ്ച തന്നെ വാഷിംഗ്ടണിലേക്ക് പോകും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനോട് ചേർത്ത് വേണം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ നമ്മൾ കേൾക്കാൻ. അപ്പോൾ ഈ വ്യാപാര കരാറിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ തീരുവ പ്രഖ്യാപനത്തിലൂടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ തീരുവയും നിലവിൽ വന്നതിന് ശേഷം ഓഗസ്റ്റ് പകുതിക്ക് ശേഷം നടക്കേണ്ടുന്ന ആ ചർച്ചകൾ നടന്നില്ല. അത് എന്ന് നടക്കും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ആ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കാൻ തയ്യാറാകുന്നതും അതിന് അനുകൂലമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വരുന്നതും അടുത്ത ആഴ്ച തന്നെ ഈ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനകൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രംപ് ഈ നിലപാടിലേക്ക് എത്തിയത് എന്ന് നോക്കിയാൽ തിരിച്ചടികളിൽ നിന്ന് ട്രംപ് പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരമൊരു നിലപാടുകളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾ നിയമവിരുദ്ധമാണ് എന്നത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടം അമേരിക്കയിൽ നടക്കുകയാണ്. അപ്പോൾ US-ലെ അപ്പീൽ കോടതി കീഴ്ക്കോടതിയിലെ വിധി ട്രംപിനെതിരായിരുന്നു. തീരുവ ചുമത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരം മറികടന്നു എന്നതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഈ തീരുവകൾ വ്യാപാര ചർച്ചകൾക്കായും വിദേശ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനായും ട്രംപ് ഉപയോഗിച്ചു എന്നൊരു കുറ്റപ്പെടുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാലും അതിനുശേഷം ഈ തീരുവകൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അനുമതി ട്രംപിന് കീഴ്ക്കോടതി നൽകുകയും അതുവരെ ഈ തീരുവ പിരിക്കുന്നത് തുടരാനുള്ള അനുമതി നൽകുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശക്തമായ ഭാഷയിലാണ് ഈ കോടതി വിധിയോട് ട്രംപ് പ്രതികരിച്ചത്. കോടതിക്ക് തെറ്റുപറ്റി എന്നതാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയുടെ
അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ പോരാട്ടം എന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്ന തിരിച്ചടി എന്നത് ട്രംപിനെ കണ്ടുനുറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഒപ്പം ആഭ്യന്തരമായി ഉയരുന്ന വലിയ വിമർശനങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അമേരിക്കൻ വിപണിയിൽ പോലും പ്രതിഫലിക്കുന്ന ഈ തീരുവ മുതലായവ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള സാഹചര്യങ്ങൾ അത് ട്രംപിനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം. ഒപ്പം തന്നെ ട്രംപിന്റെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്ന ഉപദേശവും ട്രംപിനെ ഇപ്പോൾ ഈ രീതിയിൽ മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പാഠങ്ങളിൽ നിന്ന് ആ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നത് അറിയിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഇന്ത്യ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. നമുക്കറിയാം, ഈ എണ്ണ വാങ്ങാനുള്ള അധികാരം എന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. അത് സാഹചര്യങ്ങൾക്കനുസൃതമായി തീരുമാനിക്കുന്നതാണ്. അവിടെ പുറമേ നിന്നുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്നത് ഇത്തരമൊരു പ്രഖ്യാപനം വന്നതിന് തൊട്ടടുത്ത സമയം തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത്തരമൊരു പ്രഖ്യാപനം നടക്കുന്നു. അതിനെ നേരിടാൻ തന്നെ ഇന്ത്യ തീരുമാനിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ ആവശ്യങ്ങൾ, അവരെ സംരക്ഷിക്കുക എന്നതാണ് പരമപ്രധാനം എന്നത് പറഞ്ഞുകൊണ്ട് പരോക്ഷമായ മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നൽകിയതാണ്. കാരണം ക്ഷീരോൽപ്പന്ന മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ ഇറക്കുമതിക്കുള്ള അനുമതി കൊടുക്കണം, അവിടെ തീരുവ ഇളവ് കൊടുക്കണം എന്നതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് കാർഷിക മത്സ്യബന്ധന മേഖലകളെയൊക്കെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കുന്നതാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ രാഷ്ട്രം ആഗ്രഹിക്കുന്നില്ല. അത് സാധ്യമല്ല. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പോലും അത് സാധ്യമല്ല. അപ്പോൾ ശക്തമായ ഒരു മറുപടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ട്രംപിന് ഉണ്ടായത്. കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ്. പിന്നീട് മറ്റ് സാധ്യതകൾ തേടുക എന്നതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. അത് പ്രധാനമന്ത്രിയുടെ ജപ്പാനിലേക്കുള്ള യാത്ര, അതിനുശേഷം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായും ചൈനീസ് പ്രസിഡന്റുമായും നടത്തിയ കൂടിക്കാഴ്ചകൾ അത് ലോകം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇന്ത്യയുടെ നയതന്ത്ര തരത്തിലുള്ള ആ നീക്കങ്ങൾ അമേരിക്കയ്ക്കുള്ള ചുട്ട മറുപടി കൂടിയായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രത്യേക ശാക്തിക ചേരി ഉരുത്തിരിയുന്നത് അമേരിക്കയെ വിരളി പിടിപ്പിച്ചത് ട്രംപിന്റെ പല പ്രസ്താവനകളിലൂടെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നത് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇങ്ങനെ വ്യക്തമാക്കുമ്പോൾ തന്നെ UN-നോട് ഇന്ത്യക്ക് മേൽ 100% നികുതി ഏർപ്പെടുത്തണമെന്നൊരാവശ്യം കൂടി ഈ സമയത്ത് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചത് നമ്മൾ കാണണം. അപ്പോൾ ട്രംപ് പല കാര്യങ്ങൾ പറയുന്നു, പലതും മാറ്റി പറയുന്ന ശീലമുള്ള വ്യക്തിയാണ്. പക്ഷേ അതിന്റെ പിന്നാലെ പോകുന്നില്ല ഇന്ത്യ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യ എടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലേക്ക് പോകുന്നു. അനുകൂലമായ സമീപനങ്ങൾ ഒഫീഷ്യലായി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനോട് ഇന്ത്യ പ്രതികരിക്കുന്നു. അതാണ് ഇന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് ട്രംപ് പറയുമ്പോൾ ഞങ്ങളും തയ്യാറാണ് എന്ന സന്ദേശം പ്രധാനമന്ത്രി നൽകുന്നത്. ഇതിനു മുൻപ് ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചു എന്നതുൾപ്പെടെയുള്ള ബ്ലണ്ടറുകൾ, കള്ളത്തരങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിനോടൊന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇന്ത്യ എത്തുന്നു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ അതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യങ്ങളും ഇന്ത്യ കളയുന്നില്ല. ആ സാഹചര്യങ്ങൾ തേടുകയും അതിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് കൊടുത്തത്. ഇന്ത്യയുടെ ആ നിലപാട് ഫലം കാണുന്നത് കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു. ട്രംപ് തന്നെ അതിന് മുൻകൈയെടുക്കുന്നു. ട്രംപ് തന്നെ ഇപ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അടുത്തയാഴ്ച വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. നമ്മുടെ വ്യവസായികളെ സംബന്ധിച്ച്, വ്യാപാരികളെ സംബന്ധിച്ച്, കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു നീക്കമാണ് സംഭവിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം.